വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള സാംസ്കാരിക സദസ്സുകളും സാഹിത്യ സദസ്സുകളും കൂട്ടായ്മയുടെ വലിയ ആഘോഷങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നത്. എല്ലായ്പ്പോഴും പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത് ആണ് ഈ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നും എനിക്കറിയാം. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടത്തിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്നെ പാകപ്പെടുത്തിയ അക്ഷരങ്ങളും അതുപോലെ വിവിധ വിഷയങ്ങളും എല്ലാം പഠിച്ച് തന്നെ പാകപ്പെടുത്തിയ സംസാരിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതമായ വഴികളിലൂടെ പോകാനും ഒക്കെ പാകപ്പെടുത്തിയ ഫൗണ്ടേഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനം, ഫൗണ്ടേഷൻ രൂപപ്പെടുത്തിയ സ്കൂളിനെ നാം നമിക്കുന്നത്, ഓർക്കുന്നത്, അതിലൂടെ പോകുമ്പോൾ ആ സ്കൂളിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോഴും ഞാൻ പഠിച്ചത് കണിമംഗലം SN ബോയ്സ് ഹൈ സ്കൂളിലാണ്. ഇപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വരും. കാരണം ഞാൻ അമ്പലത്തിൽ തൊഴുന്നത് പോലെ അതേ ആവേശത്തോടെ ഞാൻ എന്നെ പഠിപ്പിച്ച സരസ്വതി ക്ഷേത്രത്തെയും വന്ദിക്കും. എനിക്കത് വന്നു പോകും. കാരണം അതങ്ങനെയാണ്. നമ്മൾ ആദ്യമായി വേദിയിൽ കയറിയത്, ഞങ്ങൾ കലാകാരന്മാരാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം. അപ്പോൾ ആ രംഗവേദി കാണുമ്പോൾ, ക്ലാസ് റൂമുകൾ കാണുമ്പോൾ, അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ആ സ്കൂളിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ എൻ്റെ ശിരസ്സൊന്ന് താഴും. എത്ര ഉന്നതമാണെങ്കിലും ശിരസ് താഴുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങിയോ ആ സ്ഥലം കാണുമ്പോൾ തോന്നുക.